അവർക്ക് ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ് അവർക്ക് നമ്മളെ കാണുമ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മോള് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ മുന്നിൽ നിന്നൊന്നും മാറി കിട്ടും. കാരണം നിങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ ആരാധന നിങ്ങളുടെ കൂടെ ഫ്രെയിം കൊണ്ടുവരാൻ ഞാൻ മറന്നു. ഞാൻ ആൾക്കാർക്ക് കൊണ്ടുവന്നു നിങ്ങളെ പാട്ട് ഫ്രെയിം ചെയ്യുന്ന പാട്ട് നല്ലൊരു പാട്ടാണ്. ഷാനിബിനെ നമ്മൾ ഒന്നുകൂടി വിളിക്കൂട്ടോ. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പങ്കാട് കോയാൻ കുഞ്ഞാപ്പു നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ലാല മലപ്പുറം നസീർ ഷിക്കു ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആരാധകരുള്ള നമ്മുടെ മലപ്പുറത്തിന്റെ അഭിമാന താരങ്ങൾ ലാല മലപ്പുറം നസീർ ഷിക്കു. സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള എന്ത് വീഡിയോ ഇട്ടാലും മില്യൺ കണക്കിന് വ്യൂവേഴ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറം നസീർ ഷിക്കു ഒരുപാട് നേരമായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറം നസീർ ഷിക്കു അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് സുഖല്ലേ? അതിന് തന്നെ സോറി പറയണം. കാരണം അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് നേരം വരാൻ വൈകിയത്. വേറൊന്നും ഉണ്ടായതുകൊണ്ടല്ല. ഒരു കാര്യമുണ്ട്, ഈ ഡിസബിലിറ്റി കുട്ടികളെ നേരെ മുന്നിലുള്ള ആൾക്കാർ ഒന്നും മാറി കൊടുത്താൽ ഇവർക്ക് കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. ഒരടി അടിക്ക്. അത് ഓരോ ദിവസത്തിന്റെ ഓരോ പ്രത്യേക അടികളാണ്. പറമ്പിലടി, പൂരത്തിലടി, സ്റ്റേജിമടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ പെരിയില് നല്ല അടിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് അടിയില്ല. ഏതായാലും ഉഷാറാക്കല്ലേ? എത്ര ഉണ്ടാക്കണോ? ഒക്കെ ഉറങ്ങിയോ? എന്നാ ആദ്യം തന്നെ ഒരു പാട്ടായാലോ? കുമ്പങ്ങാട് സർവീട്ടിന് പാട്ടായാലോ? കൂടെ പാടോ? ഉറപ്പാ? റെഡി? കൊമ്പത്തിരുന്ന് പാടണേ. നല്ലൊരു കൈയടി കൊടുത്താണ്. എല്ലാവരും ഉണ്ട്, ക്വാളിറ്റി അടക്കണ്ടത്. അതെ. അപ്പൊ കുടുംബത്തിൽ കൊടുത്തിട്ടില്ല. സൈന കോമ്പങ്ങാട് പോയാലല്ലോ അല്ലേ? ആണോ? അല്ല, കുയിസ് മാത്രമേ വരാത്തുള്ളൂ. പറഞ്ഞോ? അപ്പൊ തുടങ്ങല്ലേ? തോട്ടം കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയാണ് പോട്ടെ. ഈ കാര്യങ്ങൾ ഇതിന്റെ അടിയിലൊക്കെ പറഞ്ഞിട്ട് ഇവര് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ് ഇവർക്ക് നമ്മളെ കാണുമ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മോള് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ മുന്നിൽ നിന്നൊന്നും മാറി കിട്ടും. കാരണം ഇവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി വരാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞങ്ങളെ? ആണോ? അതാണ് ഇടക്കിടക്ക് ഓരോരോ കുഞ്ഞിലേക്കും പോകുന്നുണ്ട് നമ്മളെ ഈ സപ്പോർട്ടിന്റെ ഇടയിൽ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ എല്ലാവരും കാണാൻ പറ്റി. നമ്മളങ്ങനെ വരട്ടോ, ഇതൊരു കഴിയട്ടെ. അപ്പൊ കുഞ്ഞാപ്പൂന് മിമിക്രിയൊക്കെ കണ്ടിട്ട് ഒന്ന് മാറി കൊടുത്തു. ഓക്കെ ഓക്കെ. ഹലോ 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 ഹലോ. പേരുണ്ട്, പേരുണ്ട്. ഹലോ 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 ഹലോ. മാമുഖോയ പറഞ്ഞോ? കിട്ടു മാമു. ഹലോ ഒന്നുകൂടെ. ഹലോ പപ്പു ആണേ. പറേ കുതിരട്ട പപ്പു പറേ. കിട്ടു. ഹലോ ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറാരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴിൽ തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുറിച്ചിട്ടുണ്ട്. എന്റെ തകരത്ര മോശമൊന്നല്ല. കൊല 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 താമസിച്ചേരി ചൊരോ. താങ്ക് യു. കയ്യടി ഉണ്ടായാൽ മീൻ ചെയ്യും. അതായത് നമ്മളെ MIT മൂസിയിലെ പാത്തൂര് Ready?
അപ്പൊ നല്ലൊരു മാപ്പിളപ്പാട്ടായാലും ആദ്യം അല്ല വേണ്ടിയ കയ്യടിക്കാൻ മടിക്കണ്ട, നല്ല കിടിലൻ കയ്യടി പോന്നോട്ടെ. മെഹന്തി അല്ലേ? ആ മെഹന്തി 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 പറ്റിയ കേട്ടോ. മെഹന്തി മംഗലം മംഗലം. പിന്നെ മെഹന്തി മംഗലം. Come on everybody. Come on. മോളെ ഫാദർ നമുക്കൊരു ഈ ഒരു ഇവന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഗ്യാപ്പ് ഇട്ട് നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സലീം ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരിയാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് അടുക്കാം. hello.